ഓ, എന്തൊരു വിശപ്പായിരുന്നു അറിയോ. വയറ് നിറഞ്ഞപ്പോൾ സമാധാനമായി. അല്ല, നിങ്ങളെ പേരെന്താ? റഹീം അല്ലേ? നിങ്ങൾ അഗസ്റ്റിന? ഞാൻ സുരേഷ്. നമ്മളിപ്പോൾ ഒന്നിച്ചല്ലേ ഭക്ഷണം കഴിച്ചത്. ആ, ഈ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വരുന്നതിന് മുമ്പേ നമ്മളെയൊക്കെ പ്രശ്നം എന്തായിരുന്നു? പറ. വിശപ്പ് അല്ലേ? അല്ലാണ്ട് വേറെന്തെങ്കിലായിരുന്നു പ്രശ്നം? അല്ല, എൻ്റെ പ്രശ്നം വിശപ്പ് തന്നെയായിരുന്നു. ഇപ്പോൾ വിശപ്പൊക്കെ മാറിയ ശേഷമാണ് നിങ്ങളോട് ചോദിച്ചതെന്ത്, നിങ്ങൾ ആരാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വിശപ്പ് എന്നുള്ള സാധനം ഇല്ലാത്തത് കൊണ്ടല്ലേ മൂക്കുമുട്ട തിന്നുന്നുണ്ട്. എന്ത്, മനുഷ്യർക്ക് അഹങ്കാരം കൂടിയിട്ടാണ് എന്ത് ഈ മതം എന്നും പറഞ്ഞിട്ടും ജാതി എന്നും പറഞ്ഞിട്ടും രാജ്യം എന്നും പറഞ്ഞിട്ടും ദൈവം എന്നും പറഞ്ഞിട്ടും ഓരോരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു അല്ലേ? ഈ പട്ടിണിയാണെങ്കിലോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും തിന്നണം എന്നല്ലേ? ഇനി ഉറക്കം വന്നാലോ എവിടെയെങ്കിലും കിടക്കണം എന്നല്ലേ? ഈ നല്ലോണം തിന്നിട്ടും നല്ലോണം ഉറങ്ങിയിട്ടുമാണ് മനുഷ്യന്മാർ എന്ത് ഇങ്ങനെ ഓരോന്നിൻ്റെയും പേരിൽ അഹങ്കരിക്കുന്നത്, ആളെ കൊല്ലുന്നതും അല്ലേ? നിങ്ങൾ കേട്ടിന ആ സൊമാലിയിൽ പാവങ്ങൾ ഒരു തുള്ളി വെള്ളം കിട്ടാണ്ടല്ലേ അവർ തമ്മിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാ? അവർക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടണം. നമുക്കൊക്കെ തിന്നാൻ കിട്ടുന്നതിൻ്റെ കുഴപ്പമല്ലേ? ഞാൻ ആലോചിക്കലുണ്ട്, ഈ ജാതിയുടെയും മതത്തിൻ്റെ അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും പേരിൽ ആൾക്കാരെ കൊല്ലുന്നവരോ അതിനെപ്പറ്റി കുഴപ്പം കൂടുന്നവരോ ഒക്കെ പട്ടിണിക്കിടണം. എന്നാൽ ഈറ്റിങ്ങ നേരെയാവും. ശരിയല്ലേ? ആ ആ എന്നാൽ പിന്നെ നമുക്ക് കാണാം കേട്ടോ. നമ്മളെ തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഇനി തിന്നുമ്പോൾ ഇല്ല, വിശപ്പ് വരുമ്പോൾ ഇല്ല, എപ്പോൾ ഇല്ല കേട്ടോ. എടോ, മനുഷ്യന്മാരായിട്ട് നമ്മളൊക്കെ എപ്പെങ്കിലല്ലേ ജനിക്കുന്നത്. ഇനിയിപ്പോൾ എപ്പെങ്കിലും മനുഷ്യന്മാരായിട്ട് ജനിക്കുമെന്നും അറിയില്ല, എത്ര നാളാണെന്നും അറിയില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊന്നും കൊല വിളിച്ചും ഓരോൻ്റെ പേരിൽ തമ്മത്തല്ലണോ. നമുക്ക് മനുഷ്യന്മാരായിട്ട് ജീവിക്കാം ഈ ഭൂമിയിൽ ഉള്ള കാലത്തോളം അല്ലേ? അങ്ങനെ ആയിരിക്കണം നമ്മൾ പുതിയ തലമുറയെയും പഠിപ്പിക്കേണ്ടത് അല്ലേ? അതായിരിക്കണം. മനുഷ്യന്മാരൊക്കെ ഒന്നാണ്, ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവരവർക്ക് ഓരോരോ കർത്തവ്യങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് നിർവഹിച്ചുകൊണ്ട് അവർ പോവുക. അല്ലാണ്ട് ജാതിൻ്റെയും മതത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റ് പലതിൻ്റെയും പേരിൽ തമ്മിലടിച്ച് നശിക്കാനല്ല. പിന്നെ നമുക്ക് കാണാം.